വാളയാർ ടോൾ പ്ലാസയിൽ എക്സൈസിന്റെ നേതൃത്വത്തിൽ 1.5 കോടിയിലേറെ രൂപയുടെ കുഴൽപ്പണവും 100 ഗ്രാം MDMAയും പിടികൂടി. രേഖകളില്ലാത്ത പണവുമായി ഹൈദരാബാദിൽ നിന്നും എറണാകുളത്തേക്ക് സഞ്ചരിക്കുകയായിരുന്ന ആന്ധ്ര സ്വദേശി പാർത്ഥസാരഥിയാണ് പിടിയിലായത്. 100 ഗ്രാം MDMAയുമായി മണ്ണാർക്കാട് എടത്തനാട്ടുകര സ്വദേശി അസ്ലി ബാബുവാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം വാളയാർ ടോൾ പ്ലാസയിൽ 1 കിലോയിലേറെ MDMA പിടികൂടിയ അതേ സംഘമാണ് കുഴൽപ്പണവും രാസലഹരിയും പിടികൂടിയത്. ബാഗുകളിൽ ഒളിപ്പിച്ച 1,65,00,000 രൂപ കൊച്ചിയിൽ എത്തിക്കുകയായിരുന്നു പാർത്ഥസാരഥിയുടെ ലക്ഷ്യം. പരിശോധന മറികടക്കാനായി വിവിധ ബസ്സുകളിൽ കയറി അതിർത്തി കടക്കാനായിരുന്നു പാർത്ഥസാരഥിയുടെ ശ്രമം. ഒറ്റപ്പാലം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ N. പ്രേമാനന്ദകുമാറും സംഘവുമാണ് വിപുലമായ പരിശോധനയിൽ ബാഗിൽ ഒളിപ്പിച്ചിരുന്ന പണം കണ്ടെത്തിയത്. യാത്രാലക്ഷ്യം ഉൾപ്പെടെ മാറ്റിപ്പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും കുടുങ്ങുകയായിരുന്നു. സ്വർണ്ണ വ്യാപാരത്തിന്റെ മറവിലുള്ള കള്ളപ്പണക്കടത്താണെന്നാണ് എക്സൈസ് കണ്ടെത്തിയിട്ടുള്ളത്. പണവും പാർത്ഥസാരഥിയെയും ആദായനികുതി വകുപ്പിന് കൈമാറി. ബാംഗ്ലൂരിൽ നിന്നും പാലക്കാട്ടേക്ക് ലഹരി കടത്താനുള്ള ശ്രമത്തിനിടയിലാണ് മണ്ണാർക്കാട് എടത്തനാട്ടുകര സ്വദേശി അസ്ലി ബാബു പിടിയിലായത്. 10 ഗ്രാം MDMAയാണ് ഇയാളിൽ നിന്നും പിടികൂടിയത്. ബാംഗ്ലൂരിൽ നിന്നും എറണാകുളത്തേക്ക് സ്വകാര്യ ബസ്സിലായിരുന്നു യാത്ര. മണ്ണാർക്കാട് കേന്ദ്രീകരിച്ച് പതിവുകാർക്ക് കൈമാറാനായി എത്തിച്ച ലഹരിയെന്നാണ് പിടിയിലായ യുവാവിന്റെ മൊഴി. ഫോൺ രേഖകൾ പരിശോധിച്ച് പതിവായി ലഹരി ഇടപാട് നടത്തുന്ന യുവാക്കളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അടിവസ്ത്രത്തിലും ശരീരത്തിൽ രഹസ്യമായി ഒളിപ്പിച്ചുമാണ് MDMA സൂക്ഷിച്ചിരുന്നത്. തൃശൂർ പൂരത്തിന്റെ മറവിൽ ലഹരി ഇടപാടിനായി 1 കിലോ MDMA എത്തിച്ച തൃശൂർ സ്വദേശിയെയും കഴിഞ്ഞ ദിവസം വാളയാർ ടോൾ പ്ലാസയിൽ എക്സൈസ് പിടികൂടിയിരുന്നു. മലയാളം ടെലിവിഷൻ, പാലക്കാട്. സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം. പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ. സഫ ജ്വല്ലറി, പാരമ്പര്യം പൊന്നാക്കിയ ആത്മ